നമുക്കിന്ന് സുഖിയൻ ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്താലോ? അതിനായിട്ട് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ശർക്കര പാനിക്കകത്ത് തേങ്ങ ചേർത്ത് വെച്ചേക്കുന്നതാണത്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഇതിനകത്തെ വെള്ളം നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ഇനിയും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കണം. ഇങ്ങനെ ബോളുകളാക്കി എടുക്കണം. ഇതാണ് മാവിൽ മുക്കി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് മാവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി മാവും അതുപോലെ തന്നെ കടലമാവും പിന്നെ ഒരു ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ ഇളക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ശകല സമയം ഇരുന്ന് കഴിയുമ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് പുളിക്കും. എന്നിട്ട് നമ്മൾ ആ ചെറിയ ചെറിയ ബോളുകളാക്കിയത് ഈ മാവിൽ മുക്കി എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് അടിപൊളി സുഖിയൻ റെഡിയായി വന്നിട്ടുണ്ട്.